Hi everyone, this is Rinsi from Grow Malayalam channel. ഡിമാറ്റ് അക്കൗണ്ടുള്ള പലരെയും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, അതായത് 31 മാർച്ച് 2023 മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റിലേക്ക് നോമിനിനെ ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ആവുന്നതായിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഷെയർസ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇലക്ട്രോണിക് ഫോമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിനൊക്കെ നമ്മൾ ഈ ഒരു അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം സെബിയുടെ റെഗുലേഷൻ പ്രകാരം 31 മാർച്ച് 2023 മുമ്പായിട്ട് എല്ലാ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡറിനും അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നോമിനിനെ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിന് ഒരു നോമിനി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം? അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പം ഇൻ കേസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നിങ്ങളുടെ വിയോഗത്തിൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിലെ സെക്യൂരിറ്റീസ് നിങ്ങളുടെ നോമിനിയിലേക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു നോമിനി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ സെക്യൂരിറ്റീസ് ഫാമിലി മെമ്പേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോമിനി ഇല്ലെങ്കിൽ ഈ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലെങ്തി അതുപോലെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ലോസിന് കാരണമാക്കാം ഇത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഗ്രോയിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഒരു നോമിനിനെ ആഡ് ചെയ്യുന്നതെന്ന്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഗ്രോ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേര് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈലിലേക്ക് പോകുക. എന്നിട്ട് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം, നോമിനി ഡീറ്റെയിൽസ് എന്ന്. അപ്പോൾ അതിൽ നിങ്ങൾ ഡിക്ലെയർ നോമിനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം, അതിൽ ആഡ് നോമിനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നോമിനിയുടെ ഫുൾ നെയിം നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോമിനി ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ ID ടൈപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ID ടൈപ്പാണോ സെലക്ട് ചെയ്ത് അത് ശ്രദ്ധിച്ച് ആ ഒരു ID നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈ മിസ്റ്റേക്ക് നിങ്ങളുടെ ID നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ നിങ്ങൾ നോമിനിയുടെ ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സെയിം അഡ്രസ്സ് ആണ് ഇനി നോമിനിക്കെങ്കിൽ ചെക്ക് ബോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഡിഫറൻറ്റ് ആണ് അവരുടെ അഡ്രസ്സ് എങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൺഫേം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP റിസീവ് ചെയ്യും, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ OTP എൻ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളി നോമിനിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി നോമിനി ഡീറ്റെയിൽസിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നോമിനിനെ ആഡ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് സെബി റെഗുലേഷൻ പ്രകാരം നിർബന്ധമായതുകൊണ്ട് മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾ മരണപ്പെട്ടാൽ സെക്യൂരിറ്റീസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എൻഷുർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളിപ്പോൾ നോമിനി ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 31 മാർച്ച് 2023 മുമ്പായിട്ട് നിങ്ങളത് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതുപോലെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.